morning students, welcome back to my video. Now നമുക്ക് എന്ത് ചെയ്യാം, ഒരു തേർഡ് ചാപ്റ്റർ എടുക്കാം. നിങ്ങൾ ഓൾറെഡി അരിത്തമെറ്റിക് സീക്വൻസും സർക്കിളും നിങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് തേർഡ് ചാപ്റ്ററാണ് മാത്തമെറ്റിക്സ് ഓഫ് ചാൻസ്. മാത്തമെറ്റിക്സ് ഓഫ് ചാൻസ് അല്ലെ, ചാൻസ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ആണ്, അതായത് സാധ്യത. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചാൻസ്? ഒരു കോയിൻ ഇടുകയാണെങ്കിൽ, എക്സാമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ് കോയിൻ. കോയിന് നിങ്ങൾക്കറിയാം, അതിന് രണ്ട് പാർട്ടാണുള്ളത്, ഹെഡും ടെയിലും ആണുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് കിട്ടുക? ഒരു ഹെഡ് വീഴാം, അല്ലെങ്കിൽ ടെയിൽ. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് സാധ്യത. ഇതിനെയാണ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. നമ്മൾ ഇടുമ്പോൾ കിട്ടുന്നതാണ് ഔട്ട്കംസ്. അപ്പോൾ എന്തൊക്കെയാണ് ഔട്ട്കംസ് ആയിട്ട് കിട്ടുന്നത്? ഇവിടെ ഹെഡും ടെയിലും. ഒരു കോയിനാണ്, കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഹെഡാവാം, ടെയിലും. ഇത് തന്നെ നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊന്ന് പരീക്ഷണമായിട്ട് നമുക്ക് ഒരു കോയിൻ ഇട്ടിട്ട് നമ്മൾ ആരാണ് ഒരു ഏതെങ്കിലും ഒരു കോമ്പറ്റീഷൻ വെക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആര് കളിക്കും എന്നുള്ളതിനാണ് ഈ കോയിൻ ഇട്ട് നോക്കുക. ഹെഡ് വീണാൽ ഫസ്റ്റ്, നമുക്കൊരു ഗെയിമാണെങ്കിൽ ഫസ്റ്റ് രണ്ടാളും തമ്മിൽ കളിക്കുന്ന ഒരു ഗെയിമിൽ ആര് ഫസ്റ്റ് തുടങ്ങണം എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു കോയിൻ ഇട്ട് ടോസ് ചെയ്യും. അങ്ങോട്ട് ആദ്യം നിങ്ങളോട് ചോദിക്കും ഏതാണ്, ഹെഡ് വീഴാണോ ടെയിലാണോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയാണ് എനിക്ക് ഹെഡാണ് എന്ന് പറഞ്ഞാൽ, ആ കോയിൻ ടോസ് ചെയ്യുമ്പം ഹെഡാണ് വീഴുന്നതെങ്കിൽ ഫസ്റ്റ് ഞാനാണ് കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല ടെയിലാണ് വീണെങ്കിൽ രണ്ടാമത്തെ കളിക്കാരനായ ആരാണോ അയാളായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയാണ് ഈ കോയിൻ ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ രണ്ടാളിൽ ആരാണ് എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളിൽ ആര് രണ്ടാളുണ്ടെങ്കിൽ അതിൽ കോയിൻ വീണാൽ ആരെടുക്കാം എന്ന് ഹെഡ് വീഴുകയാണെങ്കിൽ നമുക്ക് ആ ഫാളോ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് സക്സസ് ഓർ ഫെയിലിയർ, സക്സസ് ആവുന്നത് അല്ലെങ്കിൽ ഫെയിലിയർ, അതും അതുപോലെ തന്നെയാണ്. ഇതിൽ കോയിൻ്റെ ഹെഡ് കിട്ടുന്ന ആൾ സക്സസ് ആവും, ടെയിൽ കിട്ടുകയാണെങ്കിൽ അയാൾ ഫെയിലിയറാവും. അപ്പോൾ നമ്മൾ ഇതേമാതിരി ഒരു കളി വെച്ചിട്ട്, നിങ്ങൾ ആ രണ്ടാളെ പേരാണ് ഇപ്പോൾ രാജും റാണി എന്ന രണ്ടാൾക്കാരാണ് നമ്മൾ കോമ്പറ്റീഷനിൽ വെച്ചത്. അതിൽ ആരാണ് സക്സസ് ആവാൻ തീരുമാനിക്കുക അവരോട് ആദ്യം ചോദിക്കും. കോയിൻ ടോസ് ചെയ്യുന്നതിന് മുന്നേ രാജു നിനക്ക് ഏത് സൈഡാണ്? അപ്പോൾ ആ രാജു പറയാണ് ഹെഡാണ്, റാണി പറഞ്ഞു ടെയിൽ. അങ്ങനെ നമ്മൾ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് വീണ് കഴിഞ്ഞാൽ ആരായിരിക്കും സക്സസ് ആവുക? രാജു ആയിരിക്കും. ടെയിലാണ് വീണതെങ്കിൽ അയാൾ ആര്? റാണിയായിരിക്കും സക്സസ് ആവുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തീരുമാനം എടുക്കാം, സാധ്യത, അതായത് ആരാണ് ചാൻസ്, അല്ലെങ്കിൽ ചാൻസ് എന്താണ് എന്ന് നോക്കാനാണ് നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില സമയത്ത് കോയിൻ നമ്മൾ എന്ത് ചെയ്യും, വെറുതെ നമ്മൾ ഇട്ടിട്ട് ഒരു 5 ടൈംസ് കോയിൻ ഇട്ടു. ഞാൻ കോയിൻ ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയത്, ഫസ്റ്റ് ടൈംസ് കോയിൻ ടോസ് ചെയ്തപ്പോൾ കിട്ടിയത് എച്ചാണ്, സെക്കൻഡ് ടൈം എനിക്ക് കോയിൻ കിട്ടിയത് എച്ച് തന്നെയാണ്, ഹെഡ് തന്നെയാണ് വീണത്. പക്ഷെ തേർഡ് ടൈംസ് ടോസ് ചെയ്തപ്പോൾ ടെയിൽ വീണു, വീണ്ടും ടോസ് ചെയ്തപ്പോൾ ഹെഡ് തന്നെ വീണു. അടുത്ത ടൈമിൽ ഞാൻ 5th ടൈംസും കോയിൻ ടോസ് ചെയ്തപ്പോൾ കിട്ടിയത് എനിക്ക് ടെയിലാണ്. ഇങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്ത് നോക്കി. നമ്മളൊരിങ്ങനെ ഇട്ടിട്ട് പരീക്ഷ നടത്തി നോക്കി ഏതാ വീഴുക എന്നുള്ളത് നോക്കി. എന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ എത്ര ഔട്ട്കംസ് ആണ് നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ എത്ര പ്രാവശ്യമാണ് ഇട്ടത്? ടോട്ടൽ 5 ആണ് ഇട്ടത്. അതിൽ ഹെഡ് എത്ര പ്രാവശ്യം വീണിട്ടുണ്ട്? 3. അപ്പം ഹെഡിൻ്റെ ചാൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 5 ടൈംസ് ഇട്ടതിൽ എത്ര പ്രാവശ്യമാണ് ഹെഡ് വീണത്? 3 ആണ്. അപ്പോൾ 5 ടൈംസ് നമ്മൾ കോയിൻ ടോസ് ചെയ്തപ്പോൾ അതിൽ 3 പ്രാവശ്യം ഹെഡ് വീണു. അതേ സമയത്ത് തന്നെ ടെയിലിൻ്റെ ചാൻസ്, ടെയിൽ എത്ര വീഴാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചപ്പോൾ 5 ടെയിൽ എത്ര പ്രാവശ്യം വീണു? 2. ഇതിനെയാണ് എന്ത് പറയാം, ചാൻസ് എന്ന് പറയാം. 5 ടൈംസ് ടോസ് ചെയ്തപ്പം ഹെഡ് വീണത് എത്രയാണോ അതാണ് ഹെഡിൻ്റെ ചാൻസ്. അപ്പോൾ ഇവിടെ 5 എന്ന് പറഞ്ഞാൽ എന്താണ്?
ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ആണ്. എത്ര പ്രാവശ്യമാണോ ഇട്ടത് അതിൽ ഫേവറബിൾ ഔട്ട്കംസ്, അതായത് ഇവിടെ 5 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര പ്രാവശ്യമാണ് നമ്മൾ ചെയ്തത്, അതായത് ഔട്ട്കംസ് എത്ര എണ്ണാണുള്ളത്. ഔട്ട്കംസ് 1 2 3 4 5. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അതിൽ ഫേവറബിളായി നമ്മൾ ചോദിക്കുന്നത് ഹെഡാണ് ചോദിച്ചത്, ഹെഡിൻ്റെ നമ്പർ 1 2 3, അപ്പോൾ 3/5. അപ്പം ചാൻസ് കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ. ചാൻസ് കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചാൻസ് കാണാനുള്ള ഇക്വേഷനാണ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി. ചാൻസ് ഓർ പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷനാണ് ഫേവറബിൾ ഔട്ട്കം. by number of favorable outcomes by total number of outcomes. എന്താണ് ചാൻസ് കാണാൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു ദ ഈവൻറ്റ്. ഏതാണോ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഈവൻറ്റിൽ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസിൻ്റെ എണ്ണം ബൈ ടോട്ടൽ നമ്പർ. ഇപ്പം നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് നോക്കിയപ്പോൾ 5 ആയിരുന്നു ടോട്ടൽ ഔട്ട്കംസ്. അതിൽ ഹെഡ് എത്ര എണ്ണമായിരുന്നു? 3 എണ്ണം. അപ്പം ഫേവറബിൾ ആയിട്ട് ഹെഡിൻ്റെ കേസ് 3. അതുമാതിരി ടെയിൽ ഫേവറബിൾ ആയത് എത്രയാണ്? 2 ആണ്, 2/5. അതുപോലെ നമുക്ക് 1 കോയിൻ ആണെങ്കിൽ അല്ലെങ്കിൽ എ കോയിൻ ആണെങ്കിൽ ഔട്ട്കംസ് എഴുതാൻ പറഞ്ഞാൽ ഔട്ട്കംസ് എഴുതും. ഇപ്പം ടോട്ടൽ ഔട്ട്കംസ് എത്രയാണെന്ന് ചോദിക്കുമ്പം 2 ആണ്. അപ്പോൾ ഒരു കോയിൻ ആണെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ കാണാനുള്ള ഇക്വേഷനാണ്, ടോട്ടൽ ഔട്ട്കംസ് കാണാനുള്ള ഇക്വേഷനാണ് 2n ആണ്. ഔട്ട്കംസ് എത്രയാണോ അതിൻ്റെ പവർ. അപ്പോൾ 1 കോയിൻ ആണെങ്കിൽ എ കോയിൻ ആണെങ്കിൽ 2:1 ആണ്. 2:1 എന്നാൽ 2 ആണ്. 2:1 എന്നാൽ 2 ആണ്. കോയിൻ്റെ ഹെഡും ടെയിലാണെങ്കിൽ ടോട്ടൽ കിട്ടിയ ചോദ്യങ്ങൾ എന്താവാം? പ്രോബബിലിറ്റി ഓഫ് ഹെഡ്, പ്രോബബിലിറ്റി ഓഫ് ഹെഡ് അങ്ങനെ എഴുതിക്കൊള്ളാം. ഞാൻ അത് ഷോർട്ടാക്കിയിട്ട് പി ഓഫ് ഹെഡ്, പ്രോബബിലിറ്റി ഓഫ് ഹെഡ്. അപ്പോൾ എന്താണ് ഇക്വേഷൻ? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇവിടെ ഫേവറബിൾ ആയിട്ടുള്ള എത്ര എണ്ണമാണ്? ഹെഡിൻ്റെ 1 ആണ്. ബൈ ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് ടെയിൽ ആണെങ്കിലും ടെയിലിൻ്റെ നമ്പർ ഓഫ് ഔട്ട്കം ടെയിൽ എത്രയാണ്? 1 ആണ്. ടോട്ടൽ ഇതാണ് നമ്മുടെ കേസ്. അങ്ങനെയാണെങ്കിൽ 2 കോയിൻ്റെ കേസ് നമുക്ക് 3 കോയിനും 4 കോയിനൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് 2 കോയിൻ ആയിക്കോട്ടെ അടുത്ത്. 2 കോയിൻസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം 2 കോയിനും കൂടി ടോസ് ചെയ്യാം. 2 കോയിൻ കയ്യിലെടുത്തിട്ട് ടോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ 2 കോയിനിൽ കിട്ടിയത് ഹെഡാവാം. ഇനി ഞാൻ ഈ കയ്യിലിട്ട കോയിനും ഈ കയ്യിൽ വേറെ കോയിനാണ്. ഈ കയ്യിലുള്ള കോയിന് ടെയിലും വീണു, മറ്റേല് ഹെഡും വീണു. ടെയിലും ഹെഡും വേണം. തിരിച്ചു വന്നൂടെ? ഈ കയ്യിലുള്ള ഹെഡും ടെയിലും, അത് ഫസ്റ്റ് കോയിൻ 2 കോയിനും ഹെഡ് വീണു. ഫസ്റ്റ് കോയിൽ ടെയിലും രണ്ടാമത്തേൽ ഹെഡ് വീണു. സെക്കൻഡ് കോയിൽ ഹെഡും ടെയിലും വീണു. വേണമെങ്കിൽ 2 ടെയിൽ വീണു. ഇങ്ങനെയേ വീഴൂ. നമ്മൾ 10 പ്രാവശ്യം ഇട്ടാലും 15 പ്രാവശ്യം ഇട്ടാലും എത്ര ടൈംസ് ടോസ് ചെയ്തോ എന്നതല്ല കാര്യം. അതിൻ്റെ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. 2 ഹെഡാവാം അല്ലെങ്കിൽ 2 ടെയിലാവാം. ഫസ്റ്റത്തെ ഹെഡും രണ്ടാമത്തെ ടെയിലും ആവാം. ഫസ്റ്റത്തെ ടെയിലും ഹെഡാവും. ഈ 4 കേസുകളെ വരുള്ളൂ.
അപ്പം നമുക്ക് 2 കോയിൻസിന് ടോട്ടൽ കാണാനുള്ള ഇക്വേഷൻ 2/2 ആണെങ്കിൽ ടോട്ടൽ കാണാൻ 2/2 എത്ര 2/2 4 ആണ്. ടോട്ടൽ കാണാനുള്ള ഇക്വേഷൻ 2n കോയിൻ്റെ ആണ് 2 ആയതുകൊണ്ട് 2 കൊടുത്തു. 2/2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇപ്പോൾ 4 ഔട്ട്കംസ് അല്ലേ, 4 ഔട്ട്കംസിൽ വന്ന് ഇനി നമുക്കിതിൽ ചോദ്യങ്ങളായിട്ട് വരുന്നത് ബോത്ത് ഹെഡ് എന്ന് പറഞ്ഞാൽ രണ്ടും ഹെഡ് ഉള്ളത്. ഇവിടെ രണ്ടും ഹെഡ് ഉള്ളത് ഏതാണുള്ളത്? ആകെ ഒന്നേ കാണുള്ളൂ, ബാക്കിയുള്ളതിൽ രണ്ടിലും ഹെഡ് ഇല്ല. അപ്പം 1 വൈ എപ്പോഴും ഫേവറബിൾ ഔട്ട്കം 1 ഉള്ളൂ. വൈ ടോട്ടൽ ഔട്ട്കംസ് എത്രയാ? ടോട്ടൽ എത്രയാ? 4. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ബോത്ത് ടെയിൽ, അതും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എണ്ണി നോക്കുമ്പോൾ ഇക്വേഷൻ എഴുതണം, ഞാൻ എഴുതുന്നില്ല. എന്താണ് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ്? ഇവിടെ എത്ര എണ്ണാണുള്ളത്? 1 ആണ് ടെയിൽ. 1 ടോട്ടൽ എത്രയാണ്? 4 ആണ്. ഇനി പ്രോബിലിറ്റി ഓഫ് 1 ഹെഡ് ആൻഡ് 1 ടെയിൽ, ഒരു ടെയിലും ഒരു ഹെഡും. അത് ആദ്യം ആവണം, അവസാനം ഒന്നുമില്ല. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഹെഡും ഒന്ന് ടെയിലും വരണം. അങ്ങനെയാണെങ്കിൽ ഇത് ഹെഡും ഒരു ടെയിലാണ്, ഇതിലും ഹെഡും ടെയിലാണ്. അപ്പോൾ 2 ആണ് ഫേവറബിൾ ഔട്ട്കം. ബൈ ടോട്ടൽ എത്രയാണ്? 4. ഇനി ക്യാൻസൽ ചെയ്യാം, നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 1/2 ആണ്. രണ്ടിലും കോമൺ ആയിട്ട് എപ്പോഴും സിംപ്ലിഫൈ ചെയ്തിട്ട് ഷോർട്ടസ്റ്റ് ഫോമിൽ എഴുതി വെക്കുക. ഇങ്ങനെയാണ് 2 കോയിൻ്റെ കേസ്. 3 കോയിൻസ് ആണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും വരിക? 2/3 ആണ്. 2/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/3 2 × 2 × 2 എത്ര വരും? 8 വരും. എത്ര വരിക? 8 വരും. 2/3 കോയിനാണെങ്കിൽ 8 ആണ് വരിക. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കി ഇങ്ങനെ ഉണ്ടാവും. ഹെഡ് ടെയിൽ, ടെയിൽ ഇങ്ങനെ മാറി വരും. ടെയിൽ ഹെഡ്. ഇനി എന്ത് ചെയ്യാം? ടെയിൽ ഹെഡ് പിന്നെ ടെയിൽ ഹെഡ് ഇങ്ങനെ വരും. പിന്നെ 4ഉം 3ഉം ടെയിലാവും. ഇങ്ങനെ 8 കേസാണ് വരിക. ഇനി നിങ്ങൾക്ക് ഇതിൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ചോദിക്കാം? 3 ഹെഡുള്ളത് ചോദിക്കാം, 3 ടെയിലുള്ളത് ചോദിക്കാം, 2 ടെയിലുള്ളത് ചോദിക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് ആണ്. അപ്പോൾ അത് ചെയ്തിട്ട് പോകാം. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. എന്താണ് 3 ഹെഡ് വീഴുന്നത് എത്ര ഉള്ളൂ? 1/5 ടോട്ടൽ എത്രയാണ്? 8. 1 2 3 4 5 6 7 8 അല്ലെ ഇങ്ങനെ നോക്കിയിട്ട് എഴുതും. പ്രോബിലിറ്റി ഓഫ് 2 ടെയിൽ, എക്സാക്ട്ലി 2 ടെയിൽ. എക്സാക്ട്ലി എന്നുള്ള വാക്ക്, എക്സാക്ട്ലി 2 ടെയിൽ. കറക്റ്റ് 2 ടെയിലുണ്ട് നോക്കിയിട്ട് പറയും. എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ കൃത്യം 2 എണ്ണമാണ്. ഇതിലുണ്ടോ? ഇത് 2 ടെയിലാണ്, ഇതിൽ 2 ടെയിലാണ്. അങ്ങനെ എത്ര ഉണ്ട്? 3/8 ആണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത അറ്റ്ലീസ്റ്റ് 2 ടെയിൽ, കുറഞ്ഞത് 2. അറ്റ്ലീസ്റ്റിൻ്റെ അർത്ഥം തന്നെ കുറഞ്ഞത് 2. കുറഞ്ഞത് 2 എന്ന് പറഞ്ഞാൽ 2ഉം 2നേക്കാൾ കൂടാം. അപ്പം 2 ഹെഡ് ടെയിലുള്ളതും 3 ടെയിലുള്ളതും. അപ്പം അതിന് വേണ്ടി ഇങ്ങനെ തന്നെ എഴുതാം. പ്രോബിലിറ്റി ഓഫ് 2 ടെയിൽ പ്ലസ് പ്രോബിലിറ്റി ഓഫ് 3 ടെയിൽ. കുറഞ്ഞത് 2 ടെയിൽ എന്നാണ് പറഞ്ഞത്. കുറഞ്ഞത് 2. അപ്പോൾ ഇതിൽ 3 വരെ ഉണ്ട്. അതിൽ കുറഞ്ഞത് 2 എന്ന് പറഞ്ഞാൽ 2ഉം 3ഉം ആവാം. ഇതൊക്കെയാണ് 2ഉം 3. 4 ആവോ? 4 ഇല്ലല്ലോ. ഇല്ല. അപ്പം നമുക്ക് 2 ടെയിലുള്ളത് എത്ര ഉണ്ടായിരുന്നു? 1 2 3 ആണ്. 3/8 പ്ലസ് 3 ടെയിലുള്ളത് എത്രയാണ്? 1 4/8.
എല്ലാം നേരിട്ട് പറഞ്ഞാൽ മതി. 2 ടെയിലുള്ളതും 3 ടെയിലുള്ളതും ഇത് എഴുതണമെന്നില്ല, നേരെ ചെയ്താൽ മതി. 2 ടെയിലുള്ളതും 3 ടെയിലുള്ളതും 2 ടെയിലുള്ളതും 3 ടെയിലും. അപ്പോൾ 4 ആണുള്ളത്. 4/8 ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 1/2. 4/8 ക്യാൻസൽ ചെയ്തിട്ട് 1/2. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അറ്റ്മോസ്റ്റ് വരാറുണ്ട്. അറ്റ്മോസ്റ്റ് 2 ടെയിൽ വളരെ പ്രധാനപ്പെട്ട, അറ്റ്ലീസ്റ്റ് അറ്റ്മോസ്റ്റ് ആണ് ചോദിക്കാറ്. അപ്പം അറ്റ്മോസ്റ്റ് 2 ടെയിൽ എന്ന് പറഞ്ഞാൽ കൂടിയത് 2 വരെ, അറ്റ്മോസ്റ്റ് 2 കൂടുതൽ 2 വരാൻ പറ്റുള്ളൂ. പക്ഷെ കുറയാം. അപ്പോൾ കുറയാണെങ്കിൽ ഏതൊക്കെ വരാം? 1 വരാം, 0 വരാം. ടെയിലിൻ്റെ എണ്ണം 2 ടെയിൽ വരാം, 1 ടെയിൽ വരാം, 0 ടെയിൽസ് വരാം. അപ്പോൾ ഏതൊക്കെയായിരിക്കും? പ്രോബിലിറ്റി ഓഫ് 2 ടെയില്, ഞാൻ ടീന്നില്ല, 2 ടെയില് ഷോർട്ടാക്കിയില്ല. പ്രോബിലിറ്റി ഓഫ് 1 ടെയില്, probability of 2 tails, probability of 1 tail plus probability of 0. അങ്ങനെ 3 കേസ് വരാം. അറ്റ്മോസ്റ്റ് 2 ടെയിൽ, കൂടിയത് 2 ടെയിൽ എന്ന് പറഞ്ഞാൽ 2ഉം ആവാം, 1ഉം ആവാം, 0 വരാം. അപ്പോൾ ഇവിടെ ആദ്യം 2 ടെയിലുള്ള 3 എണ്ണം ഉണ്ട്. 1 ടെയിലുള്ളത് ഇപ്പോൾ 3 എണ്ണം കൂടി. 0 ടെയിൽ എന്ന് പറഞ്ഞാൽ ടെയിൽ ഇല്ല എന്നുള്ള അർത്ഥം. 0 അല്ലെങ്കിൽ നോ ടെയിൽ. 0 ടെയിൽ അല്ലെങ്കിൽ നോ ടെയിൽ, അതാണ് നല്ലത്. ടെയിൽ ഇല്ലാത്തത് എന്നർത്ഥം. ഇപ്പോൾ ടെയിൽ ഇല്ലാത്തത് ഏതാ? ടെയിൽ ഇല്ലെങ്കിൽ പിന്നെ ഏതാ ഉള്ളത്? ഹെഡ് മാത്രമുള്ളത്. അപ്പോൾ ഹെഡ് വരാം. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് അതിൽ? 1, 2, 3യും പിന്നെ 1 ടെയിലുള്ള 3യും ഇടും. അപ്പോൾ എത്ര? 7/8. അങ്ങനെ ഇത്രയുമാണ് മാക്സിമം ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ എന്തൊക്കെയാണ്? 3 ടൈൽസ്, 2 ടൈൽസ്, 1 ടെയിലുള്ളതെന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം. പിന്നെ എക്സാക്ട്ലി 2 ടെയിൽ എന്ന് പറഞ്ഞാൽ 2 ടൈൽസ് മാത്രമുള്ളത്. അറ്റ്ലീസ്റ്റ് 2 ടെയിൽ എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 2 ടെയിൽ. അപ്പോൾ 2നേക്കാൾ കൂടുതലും വരാം. 2നേക്കാൾ കൂടുതൽ 3 എണ്ണം വരെ വരാം. അപ്പോൾ 2ഉം 3 ഉള്ളത്. അപ്പോൾ 2ഉം 3 ഉള്ളത് 2 3 എണ്ണം, ഒരു 3 ടെയിലുള്ളത് 1. അപ്പോൾ 4/8, 4/8. ഇനി അറ്റ്മോസ്റ്റ് 2 ടെയിൽ, കൂടിയത് 2 ടെയിൽസേ ഉണ്ടാകാൻ പറ്റൂ. കൂടിയത് പിന്നെ അതിൽ കൂടിയിട്ട്. അപ്പോൾ ഏതാ? കുറയാം. അപ്പോൾ ഏതൊക്കെയാണ്? 2 ടെയിൽസ് ഉള്ളാവാം, 1 ടെയിലാവാം, നോ ടെയിലാവാം. അപ്പോൾ 2 ടൈൽസുള്ള 3 ആണ്, 1 ടൈൽസുള്ള 3 ആണ്. നോ ടൈൽസ് എന്ന് പറഞ്ഞാൽ ടൈൽസ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഹെഡ് മാത്രമുള്ളത്, അത് 1. അങ്ങനെ ടോട്ടൽ 7/8. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട മെത്തേഡ്. ഇനി ഡൈസിനെ കുറിച്ചാണ്. ഡൈ 1ഉം 1ൽ കൂടുതൽ. അപ്പോൾ ഡൈസ്, ഒരു ഡൈ എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബാണ്. ക്യൂബ് ഹാവിങ് 6 ഫേസ് ആണുള്ളത്. ഒരു ക്യൂബ്, അതിന് 6 ഫേസ് ഉണ്ടാവും. ആ 6 ഫേസിലും നമ്പേഴ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്, ഡോട്ട് ഇട്ടിട്ടുണ്ട്. 1, 2, 3, 4, 5, 6 അങ്ങനെ ഡോട്ടുകൾ ഉണ്ടാവും ഓരോ ഫേസിലും. അതായത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, സ്നേക്ക് ആൻഡ് ലാഡർ ഉപയോഗിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ആ ക്യൂബിനെയാണ് എന്ത് പറയുക? ഡൈസ് എന്ന് പറയും. ആ ഡൈസിൻ്റെ ഓരോ ഫേസിലും നിങ്ങൾക്കറിയാം, ഒരു ഫേസ് എടുക്കുമ്പോൾ 1 ഡോട്ടായിരിക്കും. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസിൽ 6 ആയിരിക്കും. അതിന് പ്രത്യേകത ഉണ്ട്. ഓപ്പോസിറ്റ് ഫേസുകളുടെ സം എന്തായിരിക്കണം? 7 ആയിരിക്കും. അപ്പം 2 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിൽ ഏതായിരിക്കും? 5 ആണ് ഉണ്ടാവുക. 3 ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിൽ 4 ആയിരിക്കും. അങ്ങനെ എത്ര ഫേസ് ഉണ്ട്? 6 ഫേസിലും 1 ഡോട്ട്, 3, 2, 3, 4, 5, 6. ഇതാണ് നമ്മുടെ ഡൈസിൻ്റെ ഔട്ട്കംസ്. ഈ ഡൈസിലും നമുക്ക് ഔട്ട്കംസ് ഇടാൻ സുഖമാണ്. എങ്ങനെ എടുത്താൽ മതി ഔട്ട്കംസ്?
ടോട്ടൽ കാണാൻ നേരത്തെ മാതിരി 6 ഔട്ട്കംസ് ആണെങ്കിൽ 6:1 n ആണ് ടോട്ടൽ കാണാനുള്ള ജനറൽ. അപ്പോൾ ഇവിടെ ഡൈസ് ആകുമ്പോൾ 1 ആണ്. ഇപ്പോൾ 6:1 ടോട്ടൽ എത്ര എത്തി വരും? 6:n എന്ന് പറഞ്ഞാൽ 6:1 എത്രയാണ്? 6 ആണ് ടോട്ടൽ. നോക്കൂ ടോട്ടൽ എത്ര ഉണ്ട്? 1 2 3 4 5 6. അങ്ങനെ 6 ഔട്ട്കംസ് ആണ് ഉണ്ടാവും. ഇനി ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് ഓഡ് നമ്പേഴ്സ്. ഈ ചോദ്യം കേട്ടാൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അതാണെങ്കിൽ ഓഡ് നമ്പേഴ്സ് നോക്കി പറയാം. ഇതിലെ ഓഡ് നമ്പേഴ്സ് ഏതാ? ഓഡ് നമ്പേഴ്സ് പറഞ്ഞോളൂ. ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാ? 1 3 5. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ പ്രോബിലിറ്റി എഴുതാം. പ്രോബിലിറ്റി ഓഫ് ഓഡ് ചോദിക്കുമ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ എണ്ണം, ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എത്രയാണ്? 1 2 3 ആണ്. 3 ഔട്ട്കംസ് ആണുള്ളത്. ബൈ ടോട്ടൽ ഔട്ട്കംസ്. ടോട്ടൽ നമുക്ക് ഡൈസ് ഇടുമ്പോൾ എത്ര എണ്ണാണോ വീണത്? 6. നമ്മുടെ ചോദ്യത്തിൽ എത്ര എണ്ണാണോ ഫേവറബിൾ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണോ കാണുക അതിൻ്റെ എണ്ണം ബൈ നമ്മുടെ ടോട്ടൽ ഔട്ട്കംസ് 6. അത് സിംപ്ലിഫൈ ചെയ്യണം. 3ലും 6ലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1/2. ഇനി ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് പ്രോബിലിറ്റി ഓഫ് ഈവൺ നമ്പർ. കുറേ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈവൺ നമ്പേഴ്സ് ചോദിച്ചാൽ ചോദ്യം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈവൺ നമ്പേഴ്സ്. അപ്പോൾ ആദ്യം ഈവൺ നമ്പർ എഴുതും. ഏതൊക്കെയാണ്? 2 4 6. ഇനി കൗണ്ട് ചെയ്ത് നോക്കിയാൽ 3 ഫേവറബിൾ ഔട്ട്കംസ് ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഈവൺ നമ്പർ ചോദിച്ചാൽ 1 2 3 ആണ്. ബൈ ടോട്ടൽ 6. ക്യാൻസൽ ചെയ്താൽ 1/2. ചോദ്യം പ്രൈം നമ്പേഴ്സ്. പ്രോബിലിറ്റി ഓഫ് പ്രൈം നമ്പേഴ്സ്. ആദ്യം പ്രൈം നമ്പേഴ്സ് നിങ്ങൾ എഴുതും. നിങ്ങൾക്ക് പ്രൈം നമ്പേഴ്സ് അറിയാതിരിക്കില്ല. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പ്രൈം നമ്പേഴ്സ് എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ബൈ ഹാർട്ട് ആക്കി പഠിക്കാൻ പറയുന്നു. 1 to 100 വരെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം 25 പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എ നമ്പർ ഹാവ് ഓൺലി 2 ഫാക്ടർ നമ്പർ ആൻഡ് 1 ഇറ്റ്സെൽഫ്. ആ ഫാക്ടേഴ്സ് എന്തായിരിക്കണം? 1ഉം ആ നമ്പറും മാത്രമായിരിക്കും. ഫോർ എക്സാമ്പിൾ 2 പ്രൈം നമ്പറാണ്. ഓൺലി ഈവൺ പ്രൈം നമ്പറും കൂടിയാണ് 2. പ്രത്യേകത അതാണ്. ആ 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 into 2 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതിലെ ഫാക്ടേഴ്സ് 2നെ 1 into 2, അതായത് 1 ആൻഡ് നമ്പർ ഇറ്റ്സെൽഫ്. അപ്പോൾ ഫാക്ടേഴ്സ് എത്രയേ ഉള്ളൂ? 1ഉം 2ആണ്. അപ്പോൾ 2 ഫാക്ടേഴ്സ് ഉള്ളൂ. ഇത് കൊണ്ട് ഇതിനെ എന്തെന്ന് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. പക്ഷെ നമുക്ക് 3യും അതുപോലെ എഴുതാം. 1 into 3. പക്ഷെ 4 അങ്ങനെയല്ല. 1 into 4 ഉണ്ട്, 2 into 2 ഉണ്ട്. അപ്പോൾ ഫാക്ടേഴ്സ് ഏതൊക്കെ വരിക? 1 വരും, 2 വരും, 4 വരും. അപ്പോൾ 3 ഫാക്ടേഴ്സ് വന്നു. അങ്ങനെ മോർ ദാൻ 2 ഫാക്ടേഴ്സ് വന്നു. മോർ ദാൻ 2 ഫാക്ടേഴ്സ് വന്നാൽ ആ നമ്പറിനെയാണ് എന്ത് പറയാം? കോമ്പോസിറ്റ് നമ്പർ. പ്രൈം നമ്പറിൽ 2 ഫാക്ടേഴ്സ് 1ഉം ആ നമ്പർ മാത്രമാക്കി പ്രോഡക്റ്റാക്കി എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അത് മാത്രമേ ഉണ്ടാവൂ. പക്ഷെ കോമ്പോസിറ്റ് നമ്പറിൽ 1ഉം ആ നമ്പർ കൂടാതെ കുറേ ഫാക്ടേഴ്സ് വരികയാണെങ്കിൽ, മോർ ദാൻ 2 ഫാക്ടേഴ്സ് വരികയാണെങ്കിൽ അതിനെ കോമ്പോസിറ്റ് നമ്പർ. ഇപ്പോൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് ഓർത്ത് നോക്കാം. ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? പറഞ്ഞു നോക്കൂ. 2 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 പ്രൈം, നൈദർ പ്രൈം ഓർ കോമ്പോസിറ്റ് നമ്പർ എന്നാണ്.
1നെ നമുക്ക് 1 × 1 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതിലൊരു ഫാക്ടറുള്ളൂ. അതുകൊണ്ട് അത് എന്തല്ല, പ്രൈമും അല്ല, കോമ്പോസിറ്റ് നമ്പർ അല്ല. 2 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി 1 എഴുതരുത്. 1 ഒരു ഫാക്ടർ ഉള്ളതാണ്. അതുകൊണ്ട് അത് പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും. ഇങ്ങനെ പോകുന്നതാണ്. ഇതൊക്കെ 1 × 2, 1 × 3, 1 × 5, 1 × 7, 1 × 11 അങ്ങനെ എഴുതാൻ പറ്റും. അതുകൊണ്ട് ഇതിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 6 വരെയുള്ളതിൽ പ്രൈം നമ്പേഴ്സ് നോക്കുക. 1 പ്രൈം അല്ല, 2, 3 പ്രൈം ആണ്, 4 പ്രൈം അല്ല, 5, 6 പ്രൈം, കോമ്പോസിറ്റ് നമ്പറാണ്. അങ്ങനെ പ്രൈം നമ്പേഴ്സ് 1 to 6 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എഴുതി. പ്രോബിലിറ്റി ഓഫ് പ്രൈം നമ്പർ എന്താ? പ്രൈം നമ്പർ ടോട്ടൽ 1, 2, 3 ആണ്. 3/6 ക്യാൻസൽ ചെയ്താൽ 1. അങ്ങനെ അത് വരാം. ഇനി അടുത്തത് 4 ക്വസ്റ്റ്യൻ ആയില്ല. ഇനി ഏത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാം? ഇതിൽ ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ്. പ്രോബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 3. മൾട്ടിപ്പിൾസ് ഓഫ് 3. ഇനി നിങ്ങൾ മൾട്ടിപ്പിൾസ് ഓഫ് 3 ഇതിൽ നോക്കി പറയാം. ഏതാ? 3 മൾട്ടിപ്പിൾ ആണ്, 6 മൾട്ടിപ്പിൾ ആണ്, 9 അല്ലെ? മൾട്ടിപ്പിൾസ് ഓഫ് 9 എത്ര ഇതിലുള്ളൂ? മൾട്ടിപ്പിൾസ് ഓഫ് 3 1ഉം 3ഉം 6ഉം മാത്രം. എത്ര ഉണ്ട്? 3 എന്നൊരു മൾട്ടിപ്പിൾസും ഉണ്ട്, 6ഉം ഉണ്ട്. അപ്പോൾ 2/6. അപ്പോൾ ഇതാണ് മൾട്ടിപ്പിൾസ് ഓഫ് 3. ആദ്യം മൾട്ടിപ്പിൾസ് ഓഫ് 3ഉം 6 ആണ് എഴുതാം. ഫേവറബിൾ ഔട്ട്കം 1, 2 നമ്പേഴ്സ് ബൈ ടോട്ടൽ. ഇനി നിങ്ങൾ അത് ക്യാൻസൽ ചെയ്യാം. 1/2 കൊണ്ട് ക്യാൻസൽ ചെയ്യും. ഇനി നമുക്ക് ചോദ്യം മൾട്ടിപ്പിൾ ഓഫ് 2 or 3. 2 or 3. 2ന്റെയും 3ന്റെയും കൂടെ മൾട്ടിപ്പിൾസ്. 2 and 3 ആയിക്കോട്ടെ. 2 and 3. 2 and 3ന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ 2ന്റെ മൾട്ടിപ്പിൾസ് ആദ്യം നോക്കാം. 3ന്റെ മൾട്ടിപ്പിൾസ് 3ഉം 6ഉം. ഇതിൽ 2ന്റെയും കൂടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏത് മാത്രമേ ഉള്ളൂ? 2ന്റെയും 3ന്റെയും കൂടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത് 3ന്റെയും 2ന്റെയും മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന ഏതാ? 6 മാത്രമേ ഉള്ളൂ. അപ്പൊ എത്രയാണ്? 1/6. 2ന്റെയും 3ന്റെയും കൂടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് ഏതേ ഉള്ളൂ? 1/6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ ഈ ഒരു ചോദ്യം വരികയാണ്. ഇതിൽ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ നമ്പറിന് പെർഫെക്റ്റ്. 1ന്റെ സ്ക്വയർ 1 ആണ്. 2ന്റെ സ്ക്വയർ എത്രയാണ് വരുന്നത്? 4. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. 9 ഇതിലുണ്ടോ? ഇല്ല. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആദ്യം. ഇനി പ്രോബിലിറ്റി. എത്ര പെർഫെക്റ്റ് സ്ക്വയർ ആണ്? 2 ആണ് ഫേവറബിൾ ആയിട്ടുള്ളത്. ബൈ ടോട്ടൽ എത്രയാണ്? 6 ആണ്. ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ്. ഇതാണ് മാക്സിമം നമുക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് പഠിക്കുക, റെഡിയാക്കി എടുക്കുക. അപ്പോൾ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ, ചാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വേണ്ടത് ഏതാണോ ചോദ്യം, അതിൽ ഫേവറബിൾ ആയിട്ടുള്ളത് ഏതാണോ അതിൻ്റെ നമ്പർ ബൈ ടോട്ടൽ നമ്പർ. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോബിലിറ്റി കിട്ടും. ഇതിൽ 2 ഡൈസ്. രണ്ട് ഡൈസാണ്. നമ്മൾ 2 ഡൈറ്റ് കട്ടകൾ ഇടുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? 2ലും 1 വീഴാം. ഫസ്റ്റത്തെ നമ്മൾ 1 ആക്കി വെച്ചിട്ട്, അതായത് 1 തന്നെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡിൽ നമുക്ക് 2, 1, 3 വീഴാം. 1, 4, 1, 5, 1, 6.
ഇങ്ങനെ 1 ഫസ്റ്റിൽ 1 വീഴുമ്പോൾ 6 കേസായിട്ട് വരാം. ഇനി ഫസ്റ്റിൽ 2 വീണാൽ നമുക്ക് ഇതേമാതിരി എഴുതി കൂടെ 2 2 2 3 2 4 2 5 2 6. അതുപോലെ ഫസ്റ്റ് 3 ആണ് അല്ലെങ്കിൽ 3 1 3 2 3 3 3 4 3 5 3 6. ഇനി നമുക്ക് അതേമാതിരി 4 വരുന്നത് 4 1 4 2 4 3 4 4 4 5 4 6. ഇനി അതുപോലെ നമുക്ക് 5 ഒന്നുകൂടെ ഫസ്റ്റിൽ 5 1 5 2 5 3 5 4 5 5 5 6 6 1 6 2 6 3 6 4 6 5 6 6. ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് ടോട്ടൽ കാണാനൊരു എളുപ്പവഴി പറഞ്ഞിരുന്നല്ലോ. ടോട്ടൽ 6n ആണ്. അപ്പോൾ 6/2 ആണ്. ടോട്ടൽ വേസ് എത്രയായിരിക്കും വരിക? 36. അതാണ് എഴുതി പേഴ്സ്. അങ്ങനെയാണ് മതി. നമ്പർ ഓഫ് പെൻ 36. അപ്പോൾ ടോട്ടൽ കിട്ടും. ഇനി നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതാണ്? ഫേവറേറ്റ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ എന്തൊക്കെ വരാം? പ്രോഡക്റ്റ് ബി ഈവൺ, പ്രോഡക്റ്റ് ബി ഈവൺ. പ്രോഡക്റ്റ് ഈവൺ വരണമെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് ഈവൺ നമ്പർ വരണമെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം? 2 നമ്പറും ഈവൺ ആവാം. ഫോർ എക്സാമ്പിൾ 1 and 2. 1 ഈ ഓടും 1 ഈവൺ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 2. രണ്ടും ഓടെടുത്തു, 2 നമ്പറും ഓടാക്കി 3 into 5 15. ഓടഞ്ഞാണ് വരുന്നത്. ഈ രണ്ടും ഈവൺ ആക്കി. അപ്പോൾ ഇത് നോട്ട് ചെയ്യും. ഈവൺ നമ്പേഴ്സ് വരുന്നത് 2 നമ്പേഴ്സ് ആർ ഈവൺ, അല്ലെങ്കിൽ 1 നമ്പർ ഈവൺ ആൻഡ് അനദർ നമ്പർ ഈസ് ഓഡ്. ഈ 2 കേസിലും ഒരു നമ്പറെങ്കിലും ഈവൺ ആയാൽ നമുക്ക് എന്താവാം? പ്രോഡക്റ്റ് ഈവണായി മാറും. അപ്പോൾ നോക്കാം, ഇതിൽ ഒരു നമ്പർ ഈവണായി വന്നാൽ മതി. 1 1 ഓടായിരിക്കും, 1 2. ഓക്കെ, ഇത് രണ്ടും ഓടാണ്, ഇത് രണ്ടും ഒന്ന് ഈവണാണ്, ഇതും ഒന്ന് ഈവൺ. അപ്പോൾ 3 എണ്ണം വന്നു വരും. പിന്നെ ഇതിൽ ഒന്നെന്തായാലും ഈവണല്ലേ, അപ്പോൾ പിന്നെ നോക്കണ്ട. ഈ 6 എണ്ണം ഈവണായിരിക്കും, പ്രോഡക്റ്റ് ഈവണായിരിക്കും. 2 into 1 2 ആണ്, 2 into 2 4 ഈവൺ ആണ്, 2 into 3 6 ആണ്, 2 into 4 8 ഈവൺ ആണ്, 2 into 5 10. അപ്പോൾ ഈവൺ നമ്പേഴ്സ് ആയിരിക്കും. മിനിമം ഒരു ഈവൺ നമ്പറെങ്കിലും ഉണ്ടായാൽ മതി ഈവൺ നമ്പേഴ്സ് കാണാം. പക്ഷേ ഇതിൽ മിനിമം ഈവൺ നമ്പർ വരുന്ന 3 എണ്ണം ഉണ്ടാവും. പക്ഷേ ഇത് ഫുള്ള് ഈവൺ ആയി ചെയ്ത് നോക്കിയാൽ കാണാം. 5 1 5 2 3 എണ്ണമാണ് ഈവൺ വരുന്നത്, 6 ഫുള്ളാവും. അങ്ങനെ ഈവൺ നമ്പേഴ്സിൻ്റെ എണ്ണം ഒന്ന് നോക്കുക, എത്രയായിരിക്കും, എത്ര രണ്ട് നീണ്ടിയിട്ട് പറയും. ഫസ്റ്റത്തേൽ 3 ആണ്, ഇവിടെ 6, അപ്പോൾ 9 ആയി. വീണ്ടും 3 ആയി അല്ലേ, 3ഉം 6ഉം 9 ആയി. വീണ്ടും 3 12 ആയി. 12നോട് 6, അതായത് ഇവിടെ ഈവൺ നമ്പേഴ്സ് 3 എണ്ണം, ഇവിടെ 6, ഇവിടെ 3 6 3 6. അപ്പോൾ ടോട്ടൽ ഈവൺ നമ്പേഴ്സ് എത്ര ഉണ്ടായിരിക്കും? 27 ഉണ്ടാവും. 3ഉം 6ഉം 9, 9ഉം 3ഉം 12, 12ഉം 6ഉം 18, 18ഉം 3ഉം 21, 21ഉം 27. ഇങ്ങനെ കൗണ്ട് ചെയ്ത്. ഇനി രണ്ടിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് 9 ആണ്. 9 ക്യാൻസൽ ചെയ്താൽ 9 3 4 3 5. പ്രോഡക്റ്റ് ബി ഓഡ്.
ഓഡ് വരണമെങ്കിൽ രണ്ടും ഓഡ് നമ്പേഴ്സ് ആയത് മുഴുവൻ ഓടായിരിക്കും. അപ്പോൾ ബാക്കി രണ്ടെണ്ണം ഓഡ് നമ്പർ വരണ ഇതാ 1 2 3. ഇതിലില്ല 1 2 3. അപ്പോൾ 6 ആയി. 1 2 3. അപ്പോൾ 6ഉം 3ഉം 9 5 36 ക്യാൻസൽ ചെയ്താൽ 1. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓഡ് നമ്പേഴ്സ് നോക്കാൻ സുഖമാണ്. അല്ലെങ്കിൽ ഈവൺ നമ്പേഴ്സ് 27 ആകും, ബാക്കിയുള്ളതൊക്കെ ഓടായിരിക്കും. 36-ന്ന് 27 മൈനസ് ചെയ്തിട്ട് 9 എഴുതിയാലും മതി. 9 ഓഡ് നമ്പേഴ്സ് ആയിരിക്കും വരും. ഇനി നിങ്ങൾക്ക് ഇതിൽ പോസിബിൾ സമ്മുകൾ ഏതൊക്കെയാണ്? പോസിബിൾ സംസ് എന്തൊക്കെയാണ് പോസിബിൾ ആയിട്ട് വരുന്നത്? ഇതിൽ സമ്മ് പോസിബിൾ ആയിട്ട് വരേണ്ടതായിരിക്കും. നമുക്ക് സമ്മ് കാണാൻ വേണ്ടി ഇത് സമ്മ് ചെയ്താൽ 2 ആണ് വരും. 1ഉം 1ഉം കൂടെ ആഡ് ചെയ്യാം. പക്ഷേ ഇത് സമ്മ് ചെയ്താൽ 3 ആണ് വരും. 2 1 1 2 ഇങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്യുമ്പോൾ 3. ഇതിൽ സമ്മ് എത്രയാണ് വരിക? 4 ആണ് വരിക. അടുത്ത ലെയറിൽ സമ്മ് ഇത് മുഴുവൻ ആഡ് ചെയ്താൽ 5 ആണ് വരിക. 6 ആണ് സമ്മ് വരിക. 6 1 7 2 3 3 3 4 ഇതൊക്കെ എത്ര വരിക? 7 വരും. 6 2 ഇതൊക്കെ എത്ര വരും? 8 വരും. 9 ആണ് എഴുതി. 6 3 5 4 4 5 3 6 9 വരും. അടുത്ത് ഇത് 3 ആഡ് ചെയ്യുമ്പോൾ 10 വരും. ഇത് 2 ആഡ് ചെയ്യുമ്പോൾ ഇത് 2 ആഡ് ചെയ്യുമ്പോൾ 11 വരും. ഇത് 2 ആഡ് ചെയ്യുമ്പോൾ 6 6 കൂടെ ആഡ് ചെയ്താൽ 12 വരും. അപ്പോൾ പോസിബിൾ സംസ് ഏതൊക്കെയാണ്? സ്റ്റാർട്ട് ചെയ്യുന്നത് 2 നിന്നാണ്. 3 4 7 വരെ ഉണ്ട്. സമ്മ് 12 വരെ പോസിബിളാണ്. പോസിബിൾ സംസ് സമ്മ് ചെയ്ത് നോക്കുമ്പോൾ 2 മുതൽ 12 വരെ ഉണ്ട്. ഇനി ഇതിൽ കുറേ സബ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പ്രോബിലിറ്റി ഓഫ് സമ്മ് 2 ബീങ് 2 വരുന്നത് എത്രയാണ്? സമ്മ് 2 വരുന്നത് ഒന്നല്ലേ ഉള്ളൂ, ആകെ ഒന്നല്ലേ ഉള്ളൂ. 1 5 ടോട്ടൽ എത്രയാണ്? 36. പ്രോബിലിറ്റി ഓഫ് സമ്മ് 3 വരുന്നത് എത്രയാണ്? 3 വരുന്നത് 2 ആണ്. 2/36. സമ്മ് 3 വരുന്നത് 2 ഉള്ളൂ. 2/36. 2/36 ക്യാൻസൽ ചെയ്താൽ 1/18. പ്രോബിലിറ്റി ഓഫ് സമ്മ് 4 വരുന്നത് നോക്കൂ. 4 വരുന്ന എത്ര ഉണ്ട്? 1 2 3 3/36 എത്രയാണ്? 1/12. സമ്മ് 5 ആണെങ്കിലോ നോക്കേണ്ട ആവശ്യമില്ല. 4 ഉണ്ടാവും. 36 1/9. പ്രോബിലിറ്റി ഓഫ് സമ്മ് 6 വരുന്നതോ? 6 വരുന്നത് 1 2 3 4 5 5/36. ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ ബാക്കിയുള്ള കൂടി എഴുതാം. പോസിബിൾ സമ്മ് 7 നോക്കിയിട്ട് പറയും. 7 1 2 3 4 5 6 6/36 ക്യാൻസൽ ചെയ്ത് 1/6 എഴുതാം. പ്രോബിലിറ്റി ഓഫ് സമ്മ് 8 നോക്കുമ്പോൾ 1 2 3 4 5 5/36 അത് ചെയ്യുന്നു. സമ്മ് 9 വരികയാണെങ്കിൽ ഇനി 4/36 ആണ്. 1/9. സമ്മ് 10 വരികയാണെങ്കിലോ 3/36 1/2. സമ്മ് 11 വരുന്നത് 11 2 2/36 1/18. ലാസ്റ്റ് സമ്മ് 12 വരുന്നത് 1/36. അങ്ങനെ പോസിബിൾ സംസ് കംപ്ലീറ്റ് ചെയ്യും. പ്രോബിലിറ്റി എഴുതി. അതിൽ മാക്സിമം സമ്മ് വരുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ വരുന്നത് സമ്മ് 7 ആയിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത്. അതായത് ഏതാണ്? സമ്മ് 7 ആണ് മാക്സിമം. താഴെ എഴുതി വെക്കാം. മാക്സിമം സമ്മ് ഏതായിരിക്കും? ബീങ് 7. ദ സമ്മ് വിത്ത് മാക്സിമം പ്രോബിലിറ്റി. The sum
വിത്ത് മാക്സിമം പ്രോബിലിറ്റി. സെവനാണ് മാക്സിമം പോസിബിലിറ്റി. ബോത്ത് പ്രൈം വരുന്നതാണ് പ്രോബിലിറ്റി ഓഫ് ബോത്ത് പ്രൈം. രണ്ടും പ്രൈം വരും. ഇത് രണ്ടും പ്രൈമല്ല, ഇത് രണ്ടും പ്രൈമാണ്. ഇതിലൊറ്റൊന്നും രണ്ടെണ്ണം പ്രൈമില്ല. ഇതിലോ 2 2 1. ഇനി അടുത്ത രണ്ട് പ്രൈമായിട്ട് വരുന്നത് 2 3. അടുത്ത പ്രൈം രണ്ടും 2ഉം 3ഉം പ്രൈമാണ്. ഇവിടെ ഏതാ 2 5. അങ്ങനെ 3 വരും. ഇനി അതേ വരി ഇതിൽ 3 2 3 3 3 5. അതുപോലെ 4ൽ 2 പ്രൈം വരണേ ഇല്ല. ഇനി ഏതാ വരിക 5 2 5 3 5 5. 6ൽ അത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9. 9/36 1/4. വേണമെങ്കിൽ ആ പോസിബിലിറ്റീസ് ഇവിടെ എഴുതിയേക്കാം. പോസിബിലിറ്റീസ് ഏതാ? ബോത്ത് പ്രൈം. പോസിബിലിറ്റീസ് ഓഫ് ബോത്ത് പ്രൈം. ഏതൊക്കെ പോസിബിലിറ്റി? 2 2 2 3 2 5 3 2 3 3 3 5 5 2 5 3 5. അങ്ങനെ എത്ര എണ്ണം? 9/36. ഇനി ഇതിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നോക്കാം. പെർഫെക്റ്റ് സ്ക്വയർ 1 1. ബോത്ത് പെർഫെക്റ്റ്. 1 1 1 4 4 1 4 4. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലേ? ഇനിയില്ല. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് 4/36 1/9. ഇനി മൾട്ടിപ്പിൾസ് ഓഫ് 3 വരാം. അങ്ങനെ ഏതാണോ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് സ്മോൾ, ഫസ്റ്റ് ബോത്ത് സെയിം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രോബിലിറ്റി ഓഫ് ബോത്ത് സെയിം. രണ്ടും സെയിമായി. അത് സെയിം നോക്കണമെങ്കിൽ ഇങ്ങനെ രണ്ട് നോക്കിയാൽ മതി. രണ്ടും സെയിം ആയിട്ട് വരുന്നുണ്ട്. എത്ര എണ്ണം ഉണ്ടാവും? ബോത്ത് സെയിം. 1 2 3 4 5 6 6/36 നോക്കിയാൽ രണ്ടും സെയിമാണ്. അത് വേണമെങ്കിൽ പോസിബിലിറ്റീസ് താഴെ എഴുതിയിട്ട് ചെയ്യും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും ഇതിൽ വരിക? ഫസ്റ്റ് ഈസ് മോർ ദാൻ ദ സെക്കൻഡ്. ഈ ബോത്ത് സെയിമിൻ്റെ താഴേക്ക് നോക്കുക. താഴേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ബീയിങ് ലാർജർ ദാൻ ദ സെക്കൻഡ്. ഈ 2 1നേക്കാൾ കൂടുതലാണ്. 3 1നേക്കാൾ ഗ്രേറ്ററാണ്. 3 ഗ്രേറ്റർ ദാൻ 2 ആണ്. 4 ഗ്രേറ്റർ ദാൻ 1 ആണ്. 4 ഗ്രേറ്റർ ദാൻ 2 ആണ്. 4 ഗ്രേറ്റർ ദാൻ 3 ആണ്. അങ്ങനെ എല്ലാ നമ്പേഴ്സും സെക്കൻഡിനേക്കാൾ ഫസ്റ്റ് ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ എത്ര ഉണ്ട് നോക്കുക? 1 2 3 4 5 6 7 8 9 10 11 12 13 14. അപ്പോൾ ഫസ്റ്റ് ബീയിങ് ലാർജർ ദാൻ ദ സെക്കൻഡ് എത്രയാണ്? 14. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഏതും വരാം. ഫസ്റ്റ് ബീയിങ് സ്മോളർ ദാൻ സെക്കൻഡ്. ഇതായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഏതാണോ ചോദ്യം, ക്വസ്റ്റ്യൻ എന്താണോ അതിനനുസരിച്ച് നമ്മൾ ഇതിലെ ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യും. അപ്പോൾ ഇതുവരെ പഠിക്കുക, നന്നാക്കി മനസ്സിലാക്കി വെക്കുക.